നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിഷുവിന് വിത്തിട്ട ശ്രീരാമൻ ചിറയിലെ നെൽകൃഷി ഓണത്തിന് വിളവെടുപ്പിനൊരുങ്ങി. താന്യം മോഡൽ CDSന്റെ ഓണച്ചന്ത ആരംഭിച്ചു. KK രാധാകൃഷ്ണൻ യുവജന രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന ഉജ്ജ്വല പ്രഭാഷകനായിരുന്നുവെന്ന് VM സുധീരൻ. വാർത്തകൾ വിശദമായി. വിഷു കഴിഞ്ഞ് വിത്തിട്ട ശ്രീരാമൻ ചിറയിലെ 82 ഏക്കർ വട്ടപ്പാടത്തെ നെൽകൃഷി ഓണത്തിന് കൊയ്യാനൊരുങ്ങുന്നു. 82 ഏക്കർ വിസ്തൃതിയിൽ വിളഞ്ഞുകിടക്കുന്ന ജ്യോതി നെല്ല് പാടത്തിനോട് ചേർന്നുള്ള ബണ്ടിൽ പയർ ഉൾപ്പെടുന്ന പച്ചക്കറികളും മഞ്ഞയും ഓറഞ്ച് നിറവുമുള്ള ചെണ്ടുമല്ലിയും വളർന്നെത്തിയതോടെ പാടം ദൃശ്യഭംഗിയുള്ളതായി മാറിക്കഴിഞ്ഞു. പാടശേഖര സമിതിയുടെ മേൽനോട്ടത്തിലാണ് കൃഷിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രാണികളുടെ ശല്യം മൂലം ചില ഭാഗങ്ങളിൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയെങ്കിലും കൃഷിവകുപ്പിന്റെയും മറ്റും സഹകരണത്തോടെ അതിനെയെല്ലാം മറികടന്ന് ഓണത്തിനെ കളറാക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് PV സുനിലും സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിലും പറഞ്ഞു. വിഷു കഴിഞ്ഞ് പാടത്തേക്കിറങ്ങി ഓണത്തിന് കൊയ്തു കയറുമെന്ന പഴയ കൃഷി കലണ്ടർ തിരിച്ചുപിടിക്കുകയാണ് ശ്രീരാമൻ ചിറ പാടശേഖര സമിതി. പാടശേഖരത്തിനോട് ചേർന്നൊഴുകുന്ന പ്രധാന തോട്ടിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ ജലം ഇവർ ശേഖരിക്കുന്നത്. അന്തിക്കാട്, താന്യം പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ശ്രീരാമൻ ചിറ വട്ടപ്പാടത്തെ കൃഷിക്കാവശ്യമായ എല്ലാ പ്രോത്സാഹനവും സർക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും മുറതെറ്റാതെ ലഭിക്കുന്നതായി പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. ശ്രീരാമൻ ചിറ പാടശേഖരത്തിൽ താന്യം അന്തിക്കാട് പഞ്ചായത്തുകളായിട്ട് 52 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും അതുമാതിരി ബണ്ടിൻ്റെ സൈഡിൽ ചെണ്ടുമല്ലിപ്പൂക്കളും അതുമാതിരി പച്ചക്കറികളും എല്ലാം പൂത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായ ഓണത്തിന് ഒരു പറ നെല്ലും ഒരു മുറം പച്ചക്കറിയും ഒരു കൊട്ട പൂവും എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി നടത്തിയിരിക്കുന്നത്. താന്യം മോഡൽ CDSന്റെ നേതൃത്വത്തിൽ താന്യം വെള്ളിയാഴ്ച ചന്തയിൽ ഓണച്ചന്ത തുടങ്ങി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർ TB മായ, വാർഡ് അംഗങ്ങൾ, ജില്ലാ മിഷൻ ADMC സിജു കുമാർ, DPM ശോഭു നാരായണൻ, DPM വിജയകൃഷ്ണൻ, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ധന്യ, ഗഗന, വൈസ് ചെയർപേഴ്സൺ സുജിത ജോഷി, ഉപജീവന ഉപസമിതി കൺവീനർ സരിത രാദീപ് എന്നിവർ സംസാരിച്ചു. ഓർഡർ അനുസരിച്ച് 60 സ്റ്റോറുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ഒരു ബദൽ പരിപാടി എന്ന നിലയിലാണ് ഓണക്കാലത്ത് ജനങ്ങൾക്കൊപ്പം സർക്കാർ നിൽക്കുകയാണ്. ഇതുമാത്രമല്ല, നമ്മുടെ വിവിധ മേഖലയിൽ നമ്മുടെ റേഷൻ കടകളിൽ കൂടെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച് ഓരോ കിറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 13 ഐറ്റങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം എന്തായാലും നമ്മുടെ എല്ലാം കൊണ്ട് നമ്മുടെ ഓണം വളരെ ഗംഭീരമാക്കണം എന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. KK രാധാകൃഷ്ണൻ യുവജന രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന ഉജ്ജ്വല പ്രഭാഷകനായിരുന്നുവെന്നും കോൺഗ്രസിനും പൊതുസമൂഹത്തിനും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും VM സുധീരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന KK രാധാകൃഷ്ണന്റെ വീട്ടിൽ അനുശോചനം അറിയിക്കാനായി VM സുധീരൻ എത്തിയപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. എത്രയോ കഴിവുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. നന്നായി സംസാരിക്കും, കാര്യങ്ങൾ വിശദീകരിക്കും, മികച്ച സംഘാടകനായിരുന്നു. കേരള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് KSUവിൻ്റെ
താഴെത്തലത്തിൽ പ്രവർത്തിച്ച് സംസ്ഥാന തലത്തിലേക്ക് ഉയർന്ന പ്രതിഭാശാലിയായ ചെറുപ്പക്കാരനാണ് രാധാകൃഷ്ണൻ. ചാവക്കാട് താലൂക്ക് KSU പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. തൃശ്ശൂർ ജില്ലയിൽ നേതൃരംഗത്ത് സജീവമായി. നാട്ടിക കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ശ്രദ്ധേയനായൊരു പ്രാസംഗികനായി അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് പോയി നിയമവിദ്യാർത്ഥിയുമായിരുന്നു കുറച്ചു കാലം. എല്ലാ അർത്ഥത്തിലും പ്രതിഭാശാലിയായ ഒരു ചെറുപ്പക്കാരൻ. ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു രാധാകൃഷ്ണനെക്കുറിച്ച്. നിർഭാഗ്യവശാൽ അകാലത്തിൽ തന്നെ അദ്ദേഹം രോഗഗ്രസ്തനായി. പിന്നീട് അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടില്ല. പലവിധ ചികിത്സകളും നടന്നു. ഇടയ്ക്ക് തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. പക്ഷേ അലോപ്പതി ഡോക്ടർമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നൊരു സമീപനമായിരുന്നു അവരുടേത്. പിന്നെ പാലിയേറ്റീവ് കെയറായി കുറച്ചു കാലം മുന്നോട്ട് പോയി. ഏതായാലും പ്രതിഭാശാലിയായ വലിയ പ്രതീക്ഷ എല്ലാവരുടെയും മനസ്സിലുയർത്തിയ രാധാകൃഷ്ണൻ അകാലത്തിൽ രോഗഗ്രസ്തനായി കിടപ്പിലായതും പൊതുരംഗത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KK രാധാകൃഷ്ണന്റെ വീട്ടുകാരുമൊത്ത് വിയോഗത്തിൽ വിഷമം പങ്കുവച്ചും ശവകുടീരത്തിൽ പ്രാർത്ഥിച്ചുമാണ് VN സുധീരൻ മടങ്ങിയത്. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, KR ദാസൻ, UB മണികണ്ഠൻ, രഹന ബിനീഷ് എന്നിവരും പങ്കെടുത്തു. ചാമക്കാല ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ 78-79 SLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷ പരിപാടികൾ പുറക്കുളം നാസറിൻ്റെ വീട്ടിൽ വെച്ച് നടന്നു. പൂക്കളമിട്ട് മാവേലിയെ എതിരേറ്റു. തുടർന്ന് സഹപാഠികളും കുടുംബങ്ങളും ചേർന്ന് ഓണക്കളികൾ, ഉറിയടി, പുലിക്കളി എന്നിവ നടത്തി. ഓണസദ്യയ്ക്ക് ശേഷം ചാക്യാർ കൂത്ത്, കലാപരിപാടികൾ എന്നിവയുണ്ടായി. അപ്പൊ അച്ഛ ഗൾഫിൽ വന്നപ്പോ മോള് രാത്രി അച്ഛക്ക് പാട്ട് പാടുന്ന വാർത്ത വായിക്കുന്നത് ഓർബിറ്റ് ചാനലിലാണ്. അതായത് മാധ്യമ പ്രവർത്തനത്തിന്റെ ബാലപാഠം എന്താണെന്ന് അറിയുന്നത് ഓർബിറ്റ് ചാനലിലാണ്. അപ്പൊ അവിടെ നിന്നാണ് എനിക്കൊരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പൊ ഞാൻ ഇതുപോലെ നമ്മുടെ നാട്ടിലെ പരിപാടികൾ കവർ ചെയ്യാൻ മുമ്പ് സായു ചേട്ടനെയും സതീഷ് ചേട്ടനെയൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, നമ്മുടെ കേരള ചേട്ടന്മാരെയൊക്കെ. അപ്പൊ അവരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച ആൾക്കാരായതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഈ പരിപാടി ചാനലിൽ വരുന്നതാണ് തോന്നുന്നത്. ചാനലിൽ തന്നെ കണ്ടക്ട് ചെയ്ത് കളയുന്നത് അടിപൊളി ചാനലാണ്. ഓക്കെ. അപ്പൊ കൂട്ടായ്മ പ്രസിഡന്റ് MCK ബഷീർ ഉദ്ഘാടനം ചെയ്തു. തന്നെ എല്ലാവരും ഫില്ലായി തുടങ്ങി. അപ്പൊ അതിന്റെ വിജയം എടുത്തു കാണിക്കുന്നുണ്ട്. പിന്നെ ഔദ്യോഗികമായിട്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നാസർ പുറക്കുളം, മൃദുല, താജുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇംഗ്ലീഷ് മഹാവൈഡത് ഹാപ്പിയാണോ അല്ലാണ്ട് സന്തോഷത്തിലാണ് എല്ലാം നമുക്ക് പറഞ്ഞത്. എന്തായാലും ശരി. എൻ്റെ പേര് നാസർ എന്നാണ്. SLC ബാച്ച് 1979-78. അതിലിനി ഓർമ്മയില്ലാത്തവരൊക്കെ കുറെ പേരുണ്ട്. കാരണം അന്ന് അവിടെ നിന്ന് പറിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ 40 വർഷം കഴിഞ്ഞു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് അന്തിക്കാട് സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ഓണം ആഘോഷിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമളത്തിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂടെ ചെലവഴിക്കാനായിട്ട് അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 2 ടീച്ചർമാരാണ്. ടീച്ചർമാരുടെ ലിജിയും തന്നെ ലിഷയും. അവരുടെ അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്.
അപ്പോൾ അവരുടെ അമ്മയാണ് ഇതുള്ളത്. നിങ്ങളെ കൂടി പങ്കെടുത്ത് നിങ്ങളെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. റീജിയൻ ചെയർപേഴ്സൺ MC മദനകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, CM സുധീഷ് കുമാർ, സാന്ത്വനം മാനേജിംഗ് ട്രസ്റ്റി MP ഷാജി, TG സുധാകരൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് ഓണസദ്യയും നൽകി. ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, ട്രഷറർ KB സലീം, ലയൺ മെമ്പർമാരായ KJ പ്രശാന്ത്, KS സുഷിൽ കുമാർ, നളിനി കാർത്തികേയൻ, ലിഷ ദത്ത്, ലിജി ദത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കോളേജിൽ BSc IT വിഭാഗത്തിലെ റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദന ചടങ്ങ് നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വരാത്തത് ബോധപൂർവമല്ല, ഇതിൻ്റെ സംഘാടകരെ സഹായിക്കാൻ വേണ്ടിയാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ നടത്താറ് വളരെ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിലാക്കേണ്ട ചെയ്തിട്ടായിരിക്കണം അവർ വരാതെ. എന്നാൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇന്നിവിടെ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യം നമ്മളൊക്കെ സുഹൃത്തുക്കളെ അഭിനന്ദിക്കാം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർമാരായ ഡോക്ടർ റിച്ചാർഡ് സ്കറിയ, ഡോക്ടർ K പ്രദീപ് കുമാർ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc IT വിഭാഗത്തിൽ റാങ്ക് നേടിയ KS സ്നേഹ, KK ചിൻസലേയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CCIT ചീഫ് കോർഡിനേറ്റർ KP സുഹൈൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ MG ജിഷാന്ത്, PTA വൈസ് പ്രസിഡന്റ് MR സുനിൽകുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗം ഗ്രേസി റോയ്, PTA സെക്രട്ടറി VM സന, അസോസിയേറ്റ് കോർഡിനേറ്റർ സുഭദ്ര B മേനോൻ എന്നിവർ സംസാരിച്ചു. മുറ്റിച്ചൂർ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന് സമീപം കൃഷ്ണ കുടുംബശ്രീയുടെ കീഴിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുജിത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി പ്രകാരം അന്തിക്കാട് കൃഷിഭവൻ മുഖേന ലഭിച്ച 1000 ചെണ്ടുമല്ലി തൈകൾ 30 സെന്റിലാണ് കൃഷി ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ, വാർഡ് മെമ്പർ സരിത സുരേഷ് എന്നിവർ സംസാരിച്ചു. വിമ, സാരംഗ്, രജീഷ് എന്നിവർ നേതൃത്വം നൽകി. കുറേ ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ പൂക്കൃഷി ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയ പൂവ് തന്നെയാണ് നമ്മൾ കളത്തിൽ. പിന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറത്തുനിന്ന് പൂവ് മേടിച്ച് ഇടേണ്ട ഒരു സാഹചര്യമായി വന്നു. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ എല്ലാ ഭാഗത്തും ഈ JLG ഗ്രൂപ്പിൻ്റെ കീഴിലായാലും കൃഷിഭവൻ്റെ കുടുംബശ്രീയുടെ കീഴിലായാലും നല്ല രീതിയിൽ തന്നെ പൂക്കൃഷിയും അതുപോലുള്ള പച്ചക്കറി കൃഷിയൊക്കെ വളരെ സജീവമായി നടന്നു പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന പൂവിനെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ അന്തിക്കാട് പഞ്ചായത്തിൽ തന്നെ നമുക്ക് അത് വിതരണം ചെയ്ത് അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഓരോ വീടുകളിലും നമ്മൾ നല്ല രീതിയിലുള്ളൊരു പൂക്കളം ഒരുക്കാൻ നമ്മൾ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സ്കൈഫോണിൽ ഓണം മെഗാ ഓഫർ പെരുമഴ.
സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഓരോ പർച്ചേസിലും നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫർ സമ്മാന പെരുമഴ. ഓപ്പോ ഓണം സ്പെഷ്യൽ ഓഫർ. റെഡ്മി ഓണവിസ്മയം 0% EMI സൗകര്യം. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് EMI സൗകര്യം. സാംസങ് ഫോണുകൾക്ക് സാംസങ് ഫിനാൻസ് പ്ലസ് സൗകര്യം. പഴയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. റീസണബിൾ പ്രൈസ്. സെയിൽസ് ആൻഡ് സർവീസിംഗ്. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് നിറയെ. ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് നിറയെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അമ്മയ്ക്കൊരു വീടിനായി ഓണക്കോടി ചലഞ്ച് നടത്തി. പഞ്ചായത്ത് അംഗവും സ്കൂൾ SMC ചെയർമാനുമായ CS മണികണ്ഠൻ പ്രിൻസിപ്പൽ ജയ ബിനി GSBയുടെ കയ്യിൽ നിന്നും ഓണക്കോടി ഏറ്റുവാങ്ങി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുത്താമ്പുള്ളിയിൽ നിന്ന് നേരിട്ട് തുണിത്തരങ്ങൾ എത്തിച്ചാണ് വിപണനം നടത്തുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, മറ്റ് അധ്യാപകരായ EB ഷൈജ, KR രഘുരാമൻ, അമൂല്യ പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ആവശ്യമുള്ളവർക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നതാണെന്നും സംഘാടകർ പറഞ്ഞു. സെൻട്രസ്റ്റ് നാട്ടിക സ്കൂളിലെ NSS യൂണിറ്റ് നമ്മുടെ അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട്
പല ബിരിയാണി ചാലഞ്ച് പലതും നടത്തി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പം ഓണമായിട്ട് സെറ്റ് സാരി, സെറ്റും ഉണ്ട്, കോട്ടൻ്റെ അടിപൊളി കളക്ഷൻസ് പല സ്ഥലങ്ങളിലായിട്ട് പ്രോഗ്രാം ഓഫീസർ ശലഭ ടീച്ചറും ഷൈജ ടീച്ചറും കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരെയും ഇത് വാങ്ങി സഹകരിക്കണം എന്ന് ഞാൻ പറയുകയാണ്. വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണാഘോഷമൊരുക്കി. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷനു വേണ്ടിയാണ് വലപ്പാട് CP ട്രസ്റ്റും കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. വള്ളിവട്ടം പാർലേക്ക് ഫാം ഹൗസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ലെന്നും പ്രതിസന്ധികളെ പ്രചോദനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുകയെന്നും ദിലീപ് പറഞ്ഞു. ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലെനിക്ക് അതെന്താ സംഭവം എന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ്, ഞാൻ വരാം എന്ന് പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണമെന്നൊന്നും. നിങ്ങൾ സാധാരണ കസേരയിലിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോൾ അതാണ് വേണ്ടത്. നമ്മൾ പല സ്ഥലത്ത് നമ്മൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് തന്നെ. ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും, ചില ആൾക്കാർ നടക്കാൻ പറ്റാതെ. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PB സക്കീർ ഹുസൈൻ അധ്യക്ഷനായി. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിക്, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ എന്നിവർ മുഖ്യാതിഥികളായി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്, ഷൈജു കാനാടി, CP ട്രസ്റ്റ് പ്രതിനിധികളായ ഷമീർ എളേടത്ത്, ഹിലാൽ കുരിക്കൽ, TM നിസാബ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വീൽചെയറിൽ കഴിയുന്ന 100ഓളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. പാട്ടും കളികളും ഉൾപ്പെടെ വീൽചെയറിൽ ഇരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഓണസദ്യയും ഉണ്ടായിരുന്നു. സജി അപർണ, താജുദ്ദീൻ, PK ധർമ്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എടമുട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത തുടങ്ങി. എടമുട്ടം സെൻറ്ററിൽ നീതി മെഡിക്കൽസിന് മുൻവശത്താണ് ഓണച്ചന്ത ആരംഭിച്ചത്. സഹകാരിയും കലാന ഫിഷ് മാർക്കറ്റിൻ്റെ ഉടമയുമായ കലാന കബീർ ഉദ്ഘാടനം ചെയ്തു. മധു ശക്തിധര പണിക്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. KD സുദിന, ഷെരീഫ് മാസ്റ്റർ, PS സന്തോഷ് മാസ്റ്റർ, ബോർഡ് മെമ്പർമാരായ അജ്മൽ ഷെരീഫ്, KL റോഡക്സ്, രവി ഉട്ടോപ്പിയ, UR രാകേഷ്, KH ശരത്ത്, ഷാജു കാരയിൽ തെക്കൂട്ട്, അമ്പിളി പ്രവീൺ, ലിഷ പ്രദീപ്, ശ്രീകല അരുൺ, ANG ജേക്കോ മാസ്റ്റർ, MM ഇക്ബാൽ, CB വികാസ് എന്നിവർ സംസാരിച്ചു. ലൈവായി ഉപ്പേരിയും നേന്ത്രക്കായ കുലകളും ഓണത്തിന് പാലട പ്രഥമനും ഓണച്ചന്തയിലുണ്ട്. എടമുട്ടം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആദ്യത്തെ ഈ സംരംഭം വളരെ ഗംഭീരമായി തോന്നുന്നുണ്ട്. ഇതേപോലെയുള്ള പ്രവർത്തികളിലൂടെ സാധാരണ ജനങ്ങൾ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളെല്ലാം തന്നെ ഈ ബാങ്കിന് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തുടക്കം ഈ സംരംഭം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ ബാങ്കിൻ്റെ സാരഥികൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം ഞാൻ ആശംസിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എടമുട്ടം സെൻറ്ററിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ VA ഫിറോസ്, ANG ജേക്കോ മാസ്റ്റർ, ബിനോയ് ലാൽ, MM ഇക്ബാൽ, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, MS സലീം, സുജിൽ കരിപ്പായി, സജിത്രൻ തയ്യിൽ, ശരത് KH, പ്രവീൺ പൊയ്യാറ, അജീഷ് വേളേക്കാട്ട് എന്നിവർ സംസാരിച്ചു. സംഘങ്ങൾക്ക്
സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മണ്ണായി ഇത് മാറുമ്പോൾ RSSന്റെ അഖിലേന്ത്യാ നേതാക്കന്മാരടക്കം കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ഉൾപ്പെടെയുള്ളവരെ കണ്ട് രഹസ്യ സംഭാഷണങ്ങൾ നടത്തി RSSന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ പോലീസ് മാറുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ കൊണ്ടുപോയി ഒരു വാഴ വെക്കുന്നതാണ് പിണറായി വിജയന് നല്ലത് എന്നുള്ളതാണ്. CSM സെൻട്രൽ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ സംഗീത സംവിധായകൻ ശ്യാം ധർമ്മൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ന്യൂ ജനറേഷൻ അതൊക്കെ മാറി ഒരുപാട് ഒച്ചയും ബഹളവും സംഭവങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ മാറുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഈ സംഗീതം എന്ന് പറയുമ്പോൾ രണ്ട് തല നമുക്ക് കേൾക്കാൻ കഴിയുന്നൊരു ശബ്ദം, അതിന് ആഹതം എന്നാണ് പറയുക. കേൾക്കാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയാത്തത് അനാഹതം. അപ്പോൾ കേൾക്കാൻ കഴിയാത്ത അത്രയ്ക്കും ശബ്ദം നമ്മുടെ ഇയറിൽ ചെവിടിലേക്ക് നമുക്ക് അതിങ്ങനെ സ്വീകരിക്കുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സംഗീതത്തിനോട് ഇത് അറിയാത്ത ആൾക്കാർ പോലും എനിക്ക് ആ പാട്ട് ഇഷ്ടമില്ല, എനിക്കത് കേൾക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ വോളിയം കൺട്രോൾ ബേസ് ചെയ്തിട്ടാണ് ആ കാര്യങ്ങൾ നിൽക്കുന്നത്. അത് പലർക്കും അറിയില്ല. പ്രിൻസിപ്പൽ ഡോക്ടർ M. ദിനേശ് ബാബു, ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ, വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, PTA പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ, KG കോർഡിനേറ്റർ KT രമ, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ TK ഷാജു, ഹെഡ് മിസ്ട്രസ് ജിഷ ഭരതൻ എന്നിവർ സംസാരിച്ചു. സുജിത് വെള്ളായനി നാടൻ പാട്ട് അവതരിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തും നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. ഡോക്ടർ NK രേണു, ഡോക്ടർ ശ്രീലക്ഷ്മി, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, യോഗ ഇൻസ്ട്രക്ടർ ഷിബി എന്നിവർ സംസാരിച്ചു. യോഗ ബോധവൽക്കരണ ക്ലാസ്, സൗജന്യ മരുന്ന് വിതരണം, ജനറൽ മെഡിക്കൽ ചെക്കപ്പ്, സൗജന്യ രക്തപരിശോധന എന്നിവയും ഉണ്ടായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറിയും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞാണി സിംല ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ അധ്യക്ഷയായി. പ്രായമായവരിലെ വിവിധ രോഗങ്ങൾക്കുള്ള സൗജന്യ പ്രതിരോധ ഔഷധ വിതരണം, രക്തപരിശോധന, നേത്രപരിശോധന എന്നീ സേവനങ്ങളും യോഗ പ്രദർശനവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. ഷാബു, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹെജി ജോർജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിഷ സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ GAD വിദ്യാമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, രതീഷ് കൂനത്ത്, ഷാനി അനിൽകുമാർ, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു, ടോണി അത്താണിക്കൽ, ഷേലി റാഫി, ഷോയ് നാരായണൻ, PT ജോൺസൺ, ബിന്ദു, സതീഷ്, സിമി പ്രദീപ്, കവിത രാമചന്ദ്രൻ, ധർമ്മൻ പരത്താട്ടിൽ, സിജു പച്ചാമ്പള്ളി എന്നിവർ സംസാരിച്ചു. നമ്മളുടെ വൈദ്യശാസ്ത്ര മേഖലയിലെ ഏറ്റവും പുരാതനമായിട്ട് വേദങ്ങളിൽ പരാമർശിച്ചതാണ് ആയുർവേദം. ആ ആയുർവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളുടെ അലോപ്പതി മരുന്ന് കഴിച്ച് നമുക്ക് സുഖപ്പെടുന്നതിനുപരിയായിട്ട് നമ്മളുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ഇതെല്ലാം കൂടിയുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ക്യൂറിംഗ് ആണ് ആയുർവേദം കൊണ്ട് നമുക്ക് നൽകുന്നത്. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിൽ ഓണച്ചന്ത ആരംഭിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഓണച്ചന്ത നടക്കുന്നത്. നേന്ത്രക്കുല, നാടൻ പച്ചക്കറികൾ, ഉപ്പേരി കൂടാതെ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ ഓണം സഹകരണ വിപണിയും ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ, സെക്രട്ടറി TD സുമി, ഡയറക്ടർമാർ, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണച്ചന്ത നടന്നുവരുന്നത്. വൈകുന്നേരം പച്ചക്കറിയും ഓണത്തിൻ്റെ പ്രത്യേകതയായ കായും ഒക്കെ വില കുറച്ച് മാർക്കറ്റിലുള്ളതിനേക്കാൾ വളരെ വില കുറച്ചാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്. ഉപ്പേരി 2 തരത്തിലുള്ള ഉപ്പേരിയും വില കുറച്ച് ഇവിടെ തന്നെയുണ്ട്. സാധാരണ വിപണിയുടെ ഇതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 7 മുതൽ ഓണം സാധാരണ വിപണി ആരംഭിച്ചു. പച്ചക്കറിയും കായയും ഇന്നലെ 9-ാം തീയതി മുതൽ ആരംഭിച്ചു 14-ാം തീയതി വരെ ഈ ഓണച്ചന്ത നടക്കുന്നത്. മഹാത്മാ വില്ലുവണ്ടി ആൽബത്തിന്റെ രചയിതാവും സംവിധായകനുമായ മണി കണിയാമ്പുഴയെ ആദരിച്ചു.
കലാകാരന്മാരുടെ കൂട്ടായ്മയായ R&S ക്രിയേഷൻസ് ആണ് ആദരവ് സംഘടിപ്പിച്ചത്. രക്ഷാധികാരി രമണൻ തളിക്കുളം അധ്യക്ഷനായി. മണി കണിയാമ്പുഴയെ പുതുമുഖ സിനിമാ താരം കമൽ പാലക്കാട് പൊന്നാട അണിയിച്ചു. പ്രസിഡന്റ് ഉണ്ണി സലേഷ് പെരുങ്ങോട്ടുകര, ചെയർമാൻ റിജു പെരുങ്ങോട്ടുകര, സെക്രട്ടറി മണി ഏനാമാവ്, സുരാജ് കൊല്ലം, വൈസ് ചെയർമാൻ ഡയന പടിയം, ട്രഷറർ വിദ്യ അനീഷ് മാമ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. സിനിമ സീരിയൽ കോമഡി താരം അനീഷ് റാന്നി മുഖ്യപ്രഭാഷണം നടത്തി. രമണൻ തളിക്കുളവും സിനിമാ താരം കമലും ചേർന്ന് തയ്യാറാക്കിയ കോമഡി സ്കിറ്റിന്റെ ചിത്രീകരണം റിജു പെരുങ്ങോട്ടുകര നിർവഹിച്ചു. 1 ഏക്കറിൽ അധികം വരുന്ന സ്ഥലത്ത് R&S കൂട്ടായ്മ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം അവശ്യ കലാകാരന്മാർക്കുള്ള ചാരിറ്റിക്ക് വേണ്ടിയും കലാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും ചടങ്ങിൽ തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷുവിന് വിത്തിട്ട ശ്രീരാമൻ ചിറയിലെ നെൽകൃഷി ഓണത്തിന് വിളവെടുപ്പിനൊരുങ്ങി. താഞ്ഞിം മോഡൽ CDSന്റെ ഓണച്ചന്ത ആരംഭിച്ചു. KK രാധാകൃഷ്ണൻ യുവജന രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന ഉജ്ജ്വല പ്രഭാഷകനായിരുന്നുവെന്ന് BM സുധീരൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.